പറഞ്ഞു തീർന്നില്ല, നമ്മുടെ നായകൻ എത്തിയല്ലോ. നമസ്കാരം. എന്താ മേനം വിട്ടോ, ഞാൻ ഇയാൾക്കപ്പം സ്റ്റഡി ക്ലാസ് കൊടുക്കട്ടെ. നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങാനുള്ളല്ലേ? ശരി എന്നാ, അങ്ങനെ ആവട്ടെ. കാണാം. എടാവേ, ജനുവരി 30-ാം തീയതി അവർ മാച്ച് വെച്ചേക്കുന്നത്. നമുക്കെതിരെ അവർ കണ്ടുപിടിച്ച ടീം ഏതാണെന്നറിയാവോ? 7 സ്റ്റാർ. മാറ്റക്കരയിലെ ഊത്ത പിള്ളേരാ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കിതയ്ക്കാതെ കാര്യം പറയടാ. കടൽക്കരയിൽ വലിയ ആൾക്കൂട്ടം, പോലീസുകാർ വന്നേക്കാണ്. എന്നതാടാ, തിമിങ്ങലോ കടലാനയോ വല്ലോ കരയ്ക്കടിഞ്ഞോ? കരയ്ക്കടിഞ്ഞു, തിമിങ്ങലമല്ല, ചീഞ്ഞു തുടങ്ങിയ മനുഷ്യ ശരീരം. MLA സാറിന്റെ അനന്തരവൻ ജസ്റ്റിന്റെ ബോഡി. വീഴണ്ട. എന്തായി കാണിക്കുന്നത്? ഒന്ന് പിടിച്ചേ, വീട്ടിൽ കൊണ്ടുപോ. അപ്പൻ ഇനി വേറെ എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും നീ തരുമോ? അപ്പൻ ചോദിക്കേ, നമുക്ക് നോക്കാം. എന്നാലേ നീ അവന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് വലിക്കാൻ ഒരു ബീഡിയോ സിഗരറ്റോ മൂട്ടിച്ചിട്ട് എടുത്തിട്ട് വാ. അപ്പൻ ഇത് എന്നെ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. നീയാണടി എന്റെ മരോള്. എന്നതൊരു ശീലമാക്കണ്ട. 4-5 ദിവസം കഴിയുമ്പം ഞാനങ്ങ് പോവും. പിന്നെ അപ്പന്റെ മേൽനോട്ടം സ്വന്തം മോന് തന്നെയാ. നീ പോണ്ടടി പെണ്ണെ. നീ പോയാ പിന്നെ എന്റെ മോൻ ആരുണ്ട്? വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് പെരുമീൻ ഉദിച്ച പോലുള്ള സന്തോഷം കണ്ടത് നീ വന്നപ്പോഴാ. അത് നഷ്ടപ്പെട്ടാല് എന്ന് പറഞ്ഞാ പറ്റുമോ അപ്പാ? നിയമം അനുസരിച്ചില്ലെങ്കിൽ അവര് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതിന് ശിക്ഷ വേറെയാ. കടലും നോക്കി എന്താണ് ഒരു ആലോചന? ഈ രാത്രിയിൽ വഞ്ചി ഇറക്കണമെന്ന് തോന്നുന്നുണ്ടാ? ഞാൻ തയ്യാറാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ. വഞ്ചി ഇറക്കി നമുക്ക് തഴഞ്ഞങ്ങ് പോകാം. എവിടേക്ക്? എവിടേക്കും നീ പറഞ്ഞാൽ മതി. വേണ്ട. ദിവസങ്ങൾ ഓരോന്നും എണ്ണി തീർക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 5-6 കൊല്ലം കൊണ്ട് കിട്ടാത്ത സന്തോഷം 5-6 ദിവസം കൊണ്ട് അനുഭവിക്കുക ഞാൻ. ഇനിയുള്ള ദിവസവും അങ്ങനെ തന്നെ മതി. ഒരിടത്തും പോകാതെ ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കാനേ എനിക്കിപ്പോൾ മോഹമുള്ളൂ. ഞാനും നിന്റെ കൂടെ ജയിലിലേക്ക് വന്നാലോ? ജയിലിലേക്കോ? അതിന് ഇദ്ദേഹം ആരെങ്കിലും കൊന്നാലല്ലേ ശിക്ഷ കിട്ടും. അത് ശരിയാ, കൊല്ലണം. പക്ഷെ കൊന്നിട്ടും ശിക്ഷ കിട്ടാത്ത ചിലരുണ്ടെങ്കിലോ?
നിന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷൻ ഉണ്ടെന്ന്. നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? നേരിട്ടല്ലെങ്കിലും ഞാൻ ചെയ്തതും ഒരു കുറ്റത്തിന് കൂട്ടു നിൽക്കില്ല. അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറുമാണ്. പക്ഷേ സാറിനറിയാലോ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദേവി എൻ്റെ അടുത്തുള്ള സമയമായത്. ഇനി വെറും 4-5 ദിവസം കൂടെ, അത് കഴിഞ്ഞിട്ടേ പോലീസ് എന്നെ അന്വേഷിച്ച് വരാം. അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. എനിക്കറിയാം നീ അവളെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്. അവൾ ഒരാളുടെ ജാമ്യമില്ലെങ്കിൽ നീ ആ പാവത്തിന് കൂട്ടു നിൽക്കില്ലെന്നും അറിയാം. വിഷമിക്കണ്ട. സി അലക്സാണ്ടർ ഞങ്ങളുടെ ഒരു കസിനാണെന്നറിയാമല്ലോ. ജസ്റ്റിൻ്റെ മരണം ലഹരി തലയ്ക്ക് പിടിച്ചപ്പോഴുള്ള ആത്മഹത്യയാണെന്ന് എഴുതിച്ച് കേസ് ക്ലോസ് ചെയ്തു. പെട്ടെന്നൊരാവേശത്തിന് സ്വബോധമില്ലാതെ ഞാൻ അന്നാ ചെയ്തത് കടുത്ത അപരാധമായി പോയി. അല്ലടേസേ, എത്ര നാളും നേർന്നും ജപിച്ചും കിട്ടിയ കുട്ടിയാണെന്നറിയോ? അവന്റെ മരണത്തിന് കാരണക്കാരായവരെ മേരി തലയറിഞ്ഞു പ്രാഗി നരകത്തിയിൽ വീഴാൻ ശപിച്ചു. അതെല്ലാം വന്നുകൊണ്ടത് ഈ നെഞ്ചിലാടാ. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പോണു. എന്താടി പെണ്ണേ? എൽസിയെ നശിപ്പിച്ചവനെ കൊന്നുകളയും ഞാൻ. നീ കൊല്ലണ്ട, അവൻ മരിച്ചു കഴിഞ്ഞതാ. എന്താ ഇത്ര ആവേശം? എൽസിയെ പടിക്ക് പുറത്താക്കി ചന്ദ്രികയെ മന്ത്രകോടി നൽകി സ്വീകരിക്കാൻ തയ്യാറായവനല്ലേ നീ? എന്നാൽ ഒന്നുകൂടെ കേട്ടോ, നാളെ ചന്ദ്രികയുടെ കല്യാണം നിശ്ചയ. ചെറുക്കൻ അവളെ പഠിപ്പിച്ച കോളേജ് ലെക്ചറർ, മാറ്റക്കരയിലെ മാധവേട്ടന്റെ മകൻ ആനന്ദ്. ഈ പ്രേമം ഒരു ഫുട്ബോൾ പോലെയാണ്ടാ പുള്ളേ. കരലിൽ കളിക്കണ ഫുട്ബോൾ. പാസ് എടുക്കാനും ഇട്ടുകൊടുക്കാനും മനസ്സുള്ള ഒരു പെണ്ണ് കൂടെ കളിക്കാൻ വേണം. ഒറ്റയ്ക്ക് കളിച്ചാൽ ജയിക്കാൻ പറ്റൂല. അതാ അതിൻ്റെ ഒരു സത്യം. ചന്ദ്രിക നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് നിന്റെ കണ്ണിപ്പ് നിറഞ്ഞ് നീ പുച്ഛിച്ച് വല്ല വീട്ടിലോട്ടും പറഞ്ഞു വിട്ടപ്പോ എൽസിയുടെ കണ്ണീന്നൊഴുകിയത് ചോരയാ. അതിപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയാൽ കൊള്ളാം.